അവരുടെ അന്വേഷണ സംഘം അവരുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തി കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കട്ടെ എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് സമയമായിട്ട് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പത്മകുമാർ CPMൻ്റെ പ്രവർത്തകനാണ്. അങ്ങനെ ആണെങ്കിൽ പോലും അതിലൊന്നും ഒരു തടസ്സവും നിൽക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഗവൺമെൻറ് വളരെ സുതാര്യമായി കാര്യം നടത്തണമെന്നുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിരവധി ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് എല്ലാം പുറത്തു വന്നതോടുകൂടി നേരത്തെ വെല്ലുവിളിച്ചവരുടെ വെല്ലുവിളിയുടെ ശബ്ദം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ കോൺഗ്രസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലല്ലോ. 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ സോണിയാഗാന്ധിയുടെ അടുത്ത് ഈ ഇസഡ് സെക്യൂരിറ്റിയും പ്രോട്ടോക്കോളും ഒക്കെ തന്നെ ഉള്ള ആളുടെ മഹതിയുടെ അടുത്ത് ഈ പോറ്റിയെ സ്വർണ്ണക്കള്ളൻ പോറ്റിയെ കൊണ്ടുപോയത് ആരാണെന്നുള്ള വിവരം ഇതുവരെ അവർ വ്യക്തമാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ രമേശ് ചെന്നിത്തല ഇടയ്ക്ക് പറഞ്ഞു ആരാണെന്നുള്ള വിവരം നമുക്ക് വ്യക്തമാക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹമല്ല, രമേശ് ചെന്നിത്തലല്ല, വേറെ ആരാണ് കൊണ്ടുപോയി ഈ ആ പോയതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? അതെല്ലാം അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ടല്ലോ. ഒരു പ്രാവശ്യം പോയിരുന്നെങ്കിൽ പ്രസാദം കൊണ്ടു കൊടുക്കാൻ പോയെന്ന് പറയാം. നിരന്തരമായി പോകുമ്പോൾ മറ്റെന്തെങ്കിലും ഇടപാടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള വിവരം ജനങ്ങൾ സംശയിച്ചാൽ അത് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല.